ദ ജേർണലിസ്റ്റിലേക്ക് ലോകത്തിലെ ഏറ്റവും വലിയ കരുത്തരായ ശക്തികൾ ഞങ്ങളാണെന്ന അഹംഭാവത്തിൽ ഒരു വലിയ യുദ്ധം തുടങ്ങിവെച്ച ഇസ്രായേൽ എങ്ങനെയെങ്കിലും യുദ്ധം അവസാനിപ്പിച്ച് പിന്മാറാൻ വേണ്ടിയുള്ള നെട്ടോട്ടത്തിലാണ് ഇപ്പോൾ ഓടുന്നത് എന്ന് ഇസ്രായേൽ ഹമാസ് യുദ്ധം കഴിഞ്ഞ 9 മാസമായി നിരീക്ഷിക്കുന്ന ആർക്കും വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. വലിയ ഭീഷണികൾക്ക് നടുവിലാണ് ഇസ്രായേൽ ഇപ്പോഴുള്ളത്. അതായത് ഒരു വലിയ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടാൽ അതിവേഗത്തിൽ പരിപൂർണമായി ചാമ്പലായി പോയേക്കാവുന്ന അവസ്ഥയിലേക്ക് ഇസ്രായേൽ പോകുമെന്ന് ആരെങ്കിലും പറഞ്ഞാലും അത്ഭുതപ്പെടാനില്ല. കാരണം അത്രയും വലിയ ഭീഷണികളാണ് ഇസ്രായേലിന് മേൽ ഓരോ ദിവസവും വന്നു പതിച്ചുകൊണ്ടിരിക്കുന്നത്. ഹിസ്ബുള്ളയിലേക്ക് കടന്നുകയറി ലെബനനെ ഗസ മോഡൽ ലെബനനിലേക്ക് കടന്നു കയറി ഹിസ്ബുള്ളക്കെതിരെ ഒരു വലിയ ആക്രമണം, തുടർച്ചയായ ആക്രമണം, സർവ്വസന്നാഹങ്ങളും ഉപയോഗിച്ചുള്ള ഒരു ആക്രമണം തങ്ങൾ നടത്തുമെന്ന് ഇസ്രായേൽ ഈ ലോകത്തിന് സൂചന കൊടുത്തിട്ട് ഏതാണ്ട് 2 ആഴ്ച കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ ഇതുവരേക്കും ആ പ്രഖ്യാപിച്ചതുപോലെ അല്ലെങ്കിൽ നെതന്യാഹു സ്വപ്നം കണ്ടതുപോലെയുള്ള ഒരു വലിയ യുദ്ധത്തിലേക്ക് പോകാൻ ഇസ്രായേലിന് കഴിഞ്ഞിട്ടില്ല. അതിനുള്ള കാരണം എന്താണ്? അതിനുള്ള കാരണം ഒന്ന് മാത്രമാണ്. ഹിസ്ബുള്ളയെ വല്ലാതെ ഭയക്കുന്നുണ്ട് ഇസ്രായേൽ. ഹിസ്ബുള്ള എന്ന് പറയുന്നത് ഹമാസിനെ പോലെ ഒരു ചെറിയ ടീമല്ല. ഹമാസിനെ പോലെ ആയുധങ്ങൾ പരിമിതമായി വെച്ചുകൊണ്ട് ഇസ്രായേലുമായി വളരെ ദൂരെ നിന്ന് യുദ്ധം ചെയ്യുന്നൊരു ടീമല്ല. മറിച്ച് ഒരുപാട് സവിശേഷതകളുള്ള, ഇസ്രായേൽ ഒന്ന് കോർത്താൽ ചിലപ്പോൾ ഇസ്രായേൽ തന്നെ അവസാനിച്ച് പോകാവുന്ന വിധത്തിലേക്ക് കാര്യങ്ങളെ കൈകാര്യം ചെയ്യാൻ ശേഷിയുള്ള ഒരു വലിയ ടീമാണ്. ഹിസ്ബുള്ളയുടെ തലവൻ ഹസൻ നസറുള്ള കഴിഞ്ഞ മണിക്കൂറുകളിൽ നൽകിയ ഒരു വലിയ മുന്നറിയിപ്പെന്ന് പറയുന്നത്, കരയിലും കടലിലും ആകാശത്തു കൂടിയും ഏത് വഴിക്ക് വേണമെങ്കിലും അല്ലെങ്കിൽ ഈ വഴികളിലൊക്കെ കൂടിയും എത്ര വലിയ ആക്രമണവും ഇസ്രായേലിന് ഞങ്ങൾ പ്രതീക്ഷിക്കാം എന്നാണ്. അതായത് കര, കടൽ, ആകാശം ഈ 3 മാർഗങ്ങളിലൂടെയും ഏത് വിധത്തിലും ഞങ്ങളെ പ്രതീക്ഷിക്കാം ഇസ്രായേലിനെന്ന് ഹസൻ നസറുള്ള പറയുമ്പോൾ ഹിസ്ബുള്ള അതിശക്തമായ പോരാട്ടത്തിലേക്ക് പോവുകയാണ് എന്നു തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ഗോലാൻ കുന്നുകളടക്കമുള്ള നിരവധി അതിർത്തി പ്രദേശങ്ങളിൽ ഹിസ്ബുള്ള കഴിഞ്ഞ കുറേ മണിക്കൂറുകളായി ശക്തമായ ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇസ്രായേൽ സൈന്യം ഔദ്യോഗികമായി ചില ആക്രമണങ്ങൾ സ്ഥിരീകരിക്കുന്നുണ്ട്. ചിലത് ഒന്നും അറിഞ്ഞില്ല എന്ന മട്ടിൽ ഇസ്രായേൽ ഇരിക്കുമ്പോഴും ഇസ്രായേലിലെ തന്നെ മാധ്യമങ്ങളും ഹിസ്ബുള്ളയടക്കമുള്ള ഗ്രൂപ്പുകളും ഇത്തരം ആക്രമണ വാർത്തകൾ സംബന്ധിച്ച് കൃത്യമായ അപ്ഡേറ്റുകൾ പുറത്തുവിട്ടുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇസ്രായേലിലേക്ക് തുടർച്ചയായ ആക്രമണങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു ഹിസ്ബുള്ള. അത് ഇസ്രായേലിനുള്ളിലെ നഗരങ്ങളും അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളെയും ഒന്നും ടാർഗറ്റ് ചെയ്ത് ഇതുവരെ ഹിസ്ബുള്ള നീങ്ങിയിട്ടില്ല. പക്ഷേ അതിർത്തി പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചും ഇസ്രായേലിൻ്റെ സൈനിക പോസ്റ്റുകൾ കേന്ദ്രീകരിച്ചുമൊക്കെ ആക്രമണങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഹിസ്ബുള്ളയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എത്ര അംഗസംഖ്യ ഹിസ്ബുള്ളയ്ക്കുണ്ട് എന്നോ അവരുടെ ആയുധശേഖരം എത്രത്തോളം തീവ്രമാണ്, അവരുടെ കയ്യിൽ എത്രത്തോളം ആയുധങ്ങളുണ്ട് എന്നോ അവർക്ക് എവിടെ നിന്നൊക്കെ ആയുധങ്ങൾ സംഭരിക്കാൻ കഴിയുമെന്നോ എത്ര നാളുകളിലേക്ക് അവർക്ക് യുദ്ധം തുടർന്നു കൊണ്ടുപോകാൻ കഴിയുമെന്നോ ഒന്നും അതുമായി ബന്ധപ്പെട്ട യാതൊരു വിവരവും ഇസ്രായേലിൻ്റെ പക്കലില്ല എന്നുള്ളതാണ്. ഹിസ്ബുള്ളയുടെ പോരാളികൾ, അതായത് ഹിസ്ബുള്ളയുടെ ഫൈറ്റേഴ്സിൻ്റെ എണ്ണം ഓരോ വർഷങ്ങളായി കൂടുന്നുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. എങ്കിലും 100,000 സൈനികരാണ് അവർക്കുള്ളത് എന്നാണ് കഴിഞ്ഞ കുറേ കാലങ്ങളായി പുറത്തു വരുന്ന വിവരം. അതായത് 100,000 സായുധരായ സൈനികർ എപ്പോഴും ഹിസ്ബുള്ളയ്ക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ തയ്യാറായി നിൽക്കുകയാണ് എന്നാണ് പലപ്പോഴും മാധ്യമങ്ങൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഉന്നയിക്കുന്നൊരു വാദം. പക്ഷേ ഈ 100,000 എന്ന് പറയുന്നത് വളരെ പഴയ കണക്കാണ് എന്നും ഇപ്പോൾ വളരെയധികം സൈനികരുടെ എണ്ണം കൂടിയിട്ടുണ്ട് എന്നും ഹിസ്ബുള്ള തന്നെ ഈ സമീപകാലത്ത് അവകാശപ്പെടുന്ന സാഹചര്യമുണ്ടായി. അതായത് ചിലപ്പോൾ 2-3 ലക്ഷമൊക്കെ സൈനികർ ഹിസ്ബുള്ളയുടെ ഭാഗത്തുണ്ടാകാം. ഈ ഹിസ്ബുള്ള എന്ന് പറയുന്നത് ലെബനൻ്റെ ഔദ്യോഗിക സേനാ വിഭാഗമൊന്നുമല്ല, അതൊരു മിലിറ്റൻറ്റ് ഗ്രൂപ്പാണ്. ലെബനൻ എന്ന രാജ്യത്തിന് അവരുടേതായ ഒരു ഔദ്യോഗിക മിലിറ്ററി വിഭാഗമുണ്ട്. അത് വേറെ തന്നെ ഒരു സംഖ്യയാണ്. അതും ചിലപ്പോൾ 1,00,000-ലധികം ഉണ്ടായേക്കാം. അപ്പോൾ അത്രയും വലിയൊരു ഫോഴ്സ് ഏതാണ്ട് 70-80 കിലോമീറ്ററുകൾ അകലെ ഇസ്രായേലിൽ നിന്ന് ഏകദേശം കരമാർഗം അത്രയും ചുരുങ്ങിയ ദൂരത്തിനപ്പുറേ ഇസ്രായേലിൻ്റെ വരവും കാത്തിരിപ്പുണ്ട്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇസ്രായേൽ ലെബനൻ അതിർത്തിയിലെ നിരവധി ഗുഹകൾ, ബങ്കറുകൾ, ചെങ്കുത്തായ പ്രദേശങ്ങൾ ഇതൊക്കെ കടന്നു വേണം ലെബനനിലേക്ക് ഇസ്രായേലിനൊരു സൈനിക നീക്കം നടത്താൻ. അങ്ങനെ ഇസ്രായേലിൻ്റെ ഏതെങ്കിലും സൈനിക നീക്കം വ്യോമപാതയിലൂടെ ഉണ്ടാവുകയാണെങ്കിൽ അതിനെ തകർക്കാനുള്ള സർവ്വസന്നാഹങ്ങളും തങ്ങളുടെ പക്കൽ റെഡിയാണെന്ന് ഹിസ്ബുള്ള അറിയിച്ചിട്ടുണ്ട്.
അതായത് ഇസ്രായേലിനെ സംബന്ധിച്ച് ഇസ്രായേൽ വ്യോമസേനയിൽ മാത്രമാണ് കരുത്തരായുള്ളൂ. കരസേനയിലും നാവികസേനയിലും ഇസ്രായേൽ പരിപൂർണ പരാജയമാണ്. അല്ലെങ്കിൽ ഒരു ചെറിയ രാജ്യത്തിൻ്റെ കയ്യിൽ വേണ്ട കപ്പാസിറ്റിയുള്ള ആയുധങ്ങൾ പോലും ഇസ്രായേലിന് സ്വന്തമായില്ല. അത് നമ്മൾ പലസ്തീൻ യുദ്ധത്തിൽ കണ്ടതാണ്. അവിടെ വ്യോമയാന യുദ്ധമാണ്. അതായത് ആകാശത്തു നിന്നുള്ള ഈ പറയുന്ന റോക്കറ്റുകളും അതുപോലെ തന്നെയുള്ള മിസൈലുകൾ വിക്ഷേപിക്കലും അങ്ങനെ ആകാശമാർഗമുള്ള ഗസയെ ഇല്ലാതാക്കുന്ന നടപടികളാണ് ഇസ്രായേൽ നടത്തിയത്. കരമാർഗത്തിലേക്ക് യുദ്ധം കടന്നപ്പോൾ ഇസ്രായേൽ തകർന്നു തരിപ്പണമായി. ഹമാസ് ശക്തമായി പ്രതിരോധിച്ചു. മർക്കാവ ടാങ്കുകളൊക്കെ പപ്പടം പൊടിയുന്ന പോലെയാണ് പൊടിഞ്ഞു പോയത്. അതുപോലെ തന്നെ നാവിക മാർഗത്തിലൂടെ അമേരിക്കയുടെ പിന്തുണയോടുകൂടിയാണ് കപ്പലുകൾ ഇസ്രായേലിന് ആ ഭാഗത്തേക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞത്. അല്ലാതെ സ്വന്തമായി അത്ര വലിയ സംവിധാനമൊന്നും അതിൽ ഇസ്രായേലിനില്ല. അതുകൊണ്ട് തന്നെ വ്യോമമാർഗം ഈ ലെബനനിലേക്ക് ഇസ്രായേൽ ഒരു യുദ്ധത്തിന് വരികയാണെങ്കിൽ ആ വരുന്ന വിമാനങ്ങളൊക്കെയും വെടിവെച്ചിടാൻ പാകത്തിനുള്ള എല്ലാ സന്നാഹങ്ങളും ഹിസ്ബുള്ളയുടെ പക്കലുണ്ട്. എന്ന് മാത്രമല്ല, ഐക്യരാഷ്ട്രസഭയുടെ 48 രാജ്യങ്ങളിൽ നിന്നുള്ള ഏതാണ്ട് 10,000 സൈനികർ ലെബനൻ്റെ സമാധാനം ഉറപ്പുവരുത്താൻ 1978 മുതൽ പ്രവർത്തിക്കുന്നു. ലെബനൻ സൈന്യത്തോട് ചേർന്നാണ് ഇവർ പ്രവർത്തിക്കുന്നത്. ഗസയും ഇസ്രായേലും തമ്മിൽ എപ്പോഴെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അപ്പോഴെല്ലാം ലെബനൻ അതിർത്തിയെയും അത് ബാധിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ 78 മുതൽ ലെബനൻ സൈന്യവുമായി ചേർന്ന് ഈ 48 രാജ്യങ്ങളിൽ നിന്നുള്ള 10,000 സൈനികർ അവരെയുണ്ട്. അപ്പോൾ ഇസ്രായേൽ ഏതെങ്കിലും തരത്തിൽ ലെബനനിലേക്ക് ഒരു ശക്തമായ ആക്രമണം ഗസ മോഡലിലൊക്കെ നടത്തിയാൽ ഈ 48 രാജ്യങ്ങളിൽ പെടുന്ന സൈനികർക്ക് എന്തെങ്കിലും അപായം സംഭവിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ സംഭവിച്ചാൽ ആ രാജ്യങ്ങളോടൊക്കെ ഇസ്രായേൽ മറുപടി പറയേണ്ടി വരും. അതുകൊണ്ട് തന്നെ അത്തരമൊരു നീക്കത്തിലേക്ക് പോകാൻ ഇസ്രായേലിനെ പിൻവലിക്കുന്നതിൻ്റെ പ്രധാന കാരണങ്ങളിലൊന്ന് തിരിച്ചടി ശക്തമായിരിക്കും. അതുപോലെ തന്നെ ഇത്തരത്തിൽ ഈ മറ്റു രാജ്യങ്ങളുടെ സൈനികർ, ഐക്യരാഷ്ട്രസഭയുടെ സൈനികരൊക്കെ കൊല്ലപ്പെട്ടാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അത് വലിയ പ്രശ്നമാണ്. അപ്പോൾ ഇസ്രായേലിന് നേരിട്ട് ലെബനനെ അടിക്കാനായി നിരവധി പ്രശ്നങ്ങളുണ്ട്. ലെബനനിലേക്ക് വ്യോമമാർഗമൊക്കെ ആക്രമിച്ചാൽ തിരിച്ചും ശക്തമായ ആക്രമണം ലെബനൻ്റെ ഭാഗത്ത് നിന്ന് ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്നുണ്ടാകും. ഹിസ്ബുള്ളയുടെ പക്കൽ കത്യൂഷ റോക്കറ്റുകളുണ്ട്, അതുപോലെ ബുർഖാൻ മിസൈലുകളുണ്ട്, അതുപോലെ ഇറാൻ പുതുതായി നിർമ്മിച്ച വലിയ ദൂരം പോകാൻ കഴിയുന്ന കപ്പൽവേധ മിസൈലുകൾ അടക്കമുള്ളവയുണ്ട്. അതുപോലെ സാറ്റലൈറ്റിനെ വഹിച്ചു കൊണ്ടുപോകുന്ന വാഹനങ്ങൾ അത് ഈ മിസൈൽ വിക്ഷേപണത്തിന് വേണ്ടി ഇറാൻ ഉപയോഗിക്കാൻ സാധ്യതയുണ്ടെന്ന വാർത്തകളുണ്ടായിരുന്നു. റഷ്യയുടെ ആയുധങ്ങളുണ്ട്, ചൈനയുടെ ആയുധങ്ങളുണ്ട്. ഇതൊക്കെ ചേർന്ന് ഒരു വലിയ സെറ്റപ്പായിട്ട് ഹിസ്ബുള്ള നിൽക്കുകയാണ്. ഇറാൻ്റെ വലിയ പിന്തുണയുണ്ട്. അതുപോലെ ഹൂത്തികളുടെ സപ്പോർട്ട്, ഹമാസിൻ്റെ സപ്പോർട്ടൊക്കെ ഈ പറയുന്ന ഹിസ്ബുള്ളയ്ക്കുണ്ട്. മറുവശത്ത് ഇസ്രായേലിന് അമേരിക്കയുടെ പിന്തുണ പോലും നിലവിലില്ലാത്ത സാഹചര്യമാണ്. എന്ന് മാത്രമല്ല, കരയുദ്ധത്തിൽ ഹിസ്ബുള്ളയ്ക്ക് ഒരു പക്ഷേ ഇസ്രായേലിനേക്കാൾ കൂടുതൽ ശക്തമായി മുന്നേറാൻ സാധിക്കും. ലെബനൻ്റെ ഔദ്യോഗിക സേനാ വിഭാഗവും കൂടി ചേർന്നാൽ വടക്കൻ ഇസ്രായേൽ പരിപൂർണമായി ഇല്ലാതാക്കാൻ ഹിസ്ബുള്ളയ്ക്ക് അധികം സമയം വേണ്ടി വരില്ല. അപ്പോൾ അത്തരത്തിലുള്ള ഒരു വലിയ ആക്രമണത്തിന് സജ്ജമായി ഹിസ്ബുള്ള ഇരിക്കുന്നൊരു സാഹചര്യമുണ്ട്. അപ്പോൾ തിരിച്ചടിക്കാനായി സൈപ്രസ് എന്ന് പറയുന്ന ഒരു ദ്വീപ് രാഷ്ട്രത്തെ കൂട്ടുപിടിക്കാൻ വേണ്ടി ഈ ഇസ്രായേൽ ശ്രമിച്ചിരുന്നു. പക്ഷേ ഹിസ്ബുള്ള ശക്തമായി താക്കീത് കൊടുത്തതോടുകൂടി സൈപ്രസ് വഴിയുള്ള ഓപ്പറേഷനും നടക്കില്ല എന്ന് വ്യക്തമാക്കി സൈപ്രസ് പിന്മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്തായാലും ഹമാസിൻ്റെ 10 മടങ്ങിലധികം ശേഷിയുള്ള ഹിസ്ബുള്ളയെ ഈ ഗസ മോഡലിലൊക്കെ ഇറങ്ങി തിരിച്ച് തകർക്കുക എന്ന് പറയുന്നത് മണ്ടത്തരമായിരിക്കുമെന്ന് ഇസ്രായേലിന് ഏറെക്കുറെ മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഹിസ്ബുള്ളയ്ക്ക് നേരെ ഗസ മോഡലിൽ ഒരു ആക്രമണം നടത്താതെ വെറും വർത്തമാനം മാത്രമാക്കി നിർത്തിവെച്ചിരിക്കുന്നത് ഇസ്രായേൽ. ഇപ്പോൾ ഒരു കാര്യം കൂടി ഓർക്കേണ്ടത്, 2006 ഹിസ്ബുള്ളയെ അവസാനിപ്പിക്കാൻ ഒരു യുദ്ധം ഇസ്രായേൽ നടത്തിയിരുന്നു. 36 ദിവസം ആ യുദ്ധം നീണ്ടു നിന്നെങ്കിലും ഒടുവിൽ മറ്റു രാജ്യങ്ങളുടെ, സഖ്യരാഷ്ട്രങ്ങളുടെയൊക്കെ കാലു പിടിച്ച് ഇസ്രായേൽ തന്നെ ഈ യുദ്ധം എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞ് തിരിച്ചോടുകയായിരുന്നു. അങ്ങനെ ഒരു ചരിത്രം കൂടി ഈ ഇസ്രായേൽ ലെബനോൻ യുദ്ധത്തിൻ്റെ കാര്യത്തിലുണ്ട്. ലെബനൻ്റെ ഭൂമിശാസ്ത്രപരമായ ഒരു കരുത്ത്, അവർക്ക് ഭൂമിശാസ്ത്രപരമായി അവർ നിലനിൽക്കുന്ന സ്ഥലമെന്ന് പറയുന്നത് ഇസ്രായേലിൻ്റെ വ്യോമാക്രമണങ്ങളെ ശക്തമായി ചെറുക്കാൻ, ഇപ്പോൾ വിമാനങ്ങളൊക്കെ അതിർത്തിയിലേക്ക് കടന്നാൽ അപ്പോൾ തന്നെ അത് മുഴുവൻ തകർക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു ഭൂമിശാസ്ത്രപരമായ കരുത്ത് ലെബനനുണ്ട്. അതുകൊണ്ട് തന്നെ ലെബനനെ എളുപ്പമല്ല ആക്രമിച്ച് വീഴ്ത്തുക എന്നുള്ളത്. അതുപോലെ ഉത്തര കൊറിയയുടെ പ്രഹരശേഷിയുള്ള ചില മിസൈലുകൾ ഹിസ്ബുള്ളയുടെ പക്കൽ ഉള്ളതുകൊണ്ട് തന്നെ ഇസ്രായേലിൻ്റെ വ്യോമമാർഗമുള്ള ആക്രമണങ്ങളെ ചെറുക്കാൻ അത് ധാരാളമായിരിക്കും, തിരിച്ചടി കൊടുക്കാനും അത് ധാരാളമായിരിക്കും. എന്ന് മാത്രമല്ല, ഇസ്രായേലിന് കരമാർഗമോ അല്ലെങ്കിൽ നാവിക മാർഗമോ ഒക്കെയുള്ള യുദ്ധമെന്ന് പറയുന്നത്, കടൽ മാർഗമുള്ള യുദ്ധമൊക്കെ പറയുന്നത് ഇസ്രായേലിനെ സംബന്ധിച്ച് ശേഷി കുറവാണ്. അതുകൊണ്ട് തന്നെ അവിടെ വലിയ തോതിൽ മുന്നോട്ട് പോകാൻ ഇസ്രായേലിന് സാധിക്കില്ല. കഴിയുന്നത് വ്യോമമാർഗമാണ്. ആ മാർഗം ശക്തമായി തിരിച്ചടിക്കാനും പ്രതിരോധിക്കാനും ഹിസ്ബുള്ളയ്ക്ക് എല്ലാവിധ കപ്പാസിറ്റിയുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇസ്രായേലിന് അധികം മുന്നോട്ട് പോകാനും കഴിയില്ല. എന്തായാലും യുദ്ധത്തിലാകമാനം തോറ്റു നിൽക്കുന്ന
ഇസ്രായേലിനെയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. ഹിസ്ബുള്ളയെ അടിക്കുമെന്ന് പറഞ്ഞിട്ട് ഒരു അടി പോലും മുന്നോട്ട് പോകാൻ കഴിയാതെ വേച്ച് പോകുന്ന ഇസ്രായേൽ പരാജയത്തിൻ്റെ പ്രതീകമായി ഇങ്ങനെ നിൽക്കുകയാണ്. നെതന്യാഹുവും വലിയ ദുരന്തമായി മാറുകയാണ്.